ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബേബി ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 1 മീറ്റർ ഹക്കോബയുടെ മെറ്റീരിയലും അതുപോലെ തന്നെ 1 മീറ്റർ ലൈനിങ്ങുമാണ് എടുത്തു വച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്ന അളവെന്ന് വെച്ചാൽ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയുടെ അളവിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തുണിയൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അളവുകളൊക്കെ ഒന്ന് പറയാം. ആദ്യം നമുക്ക് ലൈനിങ്ങിലേക്ക് മാർക്ക് ചെയ്യാം. അതിന് ശേഷം അത് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ 1 മീറ്റർ ലൈനിങ് അതുപോലെ തന്നെ 1 മീറ്റർ ഹക്കോബയുടെ മെറ്റീരിയലുമാണ് എടുത്തു വച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ട ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 20 ഇഞ്ചാണ്. അപ്പോൾ അതിൽ 8 ഇഞ്ച് നമ്മൾ യോക്ക് പോർഷനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 8 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് അതായത് 9 ഇഞ്ചിലാണ് ഞാനിപ്പോൾ ആ യോക്ക് പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്യാം. നെക്ക് ഞാനിവിടെ 2 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്തും 2 ഇഞ്ചാണ്. നെക്കിൻ്റെ വിഡ്ത്തും 2 ഇഞ്ചാണ്, ലെങ്ത്തും 2 ഇഞ്ചാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു 4 ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കാം. അതൊരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഞാനിവിടെ റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ ഇവിടെ ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഒരു 4 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ അകത്താണ് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ കുട്ടി ആയതുകൊണ്ട് ഇത് കുഴിച്ചു വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വരച്ചു കൊടുത്തേച്ചാൽ മാത്രം മതി. ഇനി ചെസ്റ്റ് നമുക്കിവിടെ ഒരു 6 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഒരു മെലിഞ്ഞ കുട്ടി ആയതുകൊണ്ട് ഒരു 6 ഇഞ്ച് കറക്റ്റായിരിക്കും. ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിങ്ങളൊരു 5 ഇഞ്ച് അല്ലെങ്കിൽ 5.5 ഇഞ്ചൊക്കെ മാക്സിമം എടുത്തേച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. താഴേക്ക് ഒരു 5.5 ഇഞ്ച് വേസ്റ്റിൻ്റെ അളവും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 ലൈനുകളും തമ്മിലൊന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. ഒരു 1.5 ഇഞ്ച് നമുക്കവിടെ തയ്യൽ തുമ്പ് കൊടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പീസാണ് കേട്ടോ. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാനായിട്ട്. ഫ്രണ്ട് പീസ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്യാം. ബാക്ക് പീസ് കട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ വിഡ്ത്തിൽ തുണി എടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ആ ഓപ്പൺ സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്യുകയാണ്. കാരണം അവിടെ നമ്മൾ സിബ് വയ്ക്കാനാണ്. ഇത് ഓപ്പൺ സൈഡാണ്. അപ്പുറത്തെ സൈഡ് വരുമ്പോൾ ഫോൾഡഡ് സൈഡാണ് വരുന്നത്. നമ്മൾ 1/2 ഇഞ്ച് ആ ഓപ്പൺ സൈഡിൽ മാർക്ക് ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് ലൈനിലേക്ക് നമ്മളിപ്പോൾ ആദ്യം കട്ട് ചെയ്ത ആ ഒരു പീസ് ഉണ്ടല്ലോ, ഫ്രണ്ട് പീസ്, അത് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ടിലെ പീസും അതുപോലെ ബാക്കിലെ പീസും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ലൈനിങ് വരുന്നത്. ഇനി നമുക്ക് സ്കേർട്ടിനായിട്ടുള്ള ആ ഒരു ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള തുണിയാണെങ്കിൽ താഴേക്ക് നമുക്ക് ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതൊരു ഹോളുള്ള തുണിയാണല്ലോ, അതുകൊണ്ട് ലൈനിങ് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നത് 12.5 ഇഞ്ചാട്ടോ. 12.5 ഇഞ്ചാണ്. നമുക്കൊരു 11 ഇഞ്ച് മതി. ഞാൻ 1.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പിനായിട്ട്. അപ്പോൾ ഇത് ലൈനിങ്ങിൻ്റെ തുണി ആയതുകൊണ്ട് വിഡ്ത്ത് അധികമില്ല. ഏകദേശം 32 ഇഞ്ച് വിഡ്ത്തേ ഉള്ളൂ. അപ്പോൾ അതുപോലത്തെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. ഈ 2 പീസും കൂടെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ റൗണ്ടിലാട്ടോ അടിച്ചെടുക്കണേ. സാധാരണ ഫ്രോക്കൊക്കെ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് റൗണ്ടിലല്ലേ അടിച്ചെടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് യോക്കിനോട് യോജിപ്പിച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 16 ഇഞ്ചാണ്. 2 സൈഡിലും കൂടെ വരുമ്പോൾ 32 ഇഞ്ച് വിഡ്ത്ത് വരും. അതുപോലത്തെ 2 പീസ് ലൈനിങ്ങിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ ലൈനിങ് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഈ മെയിൻ ക്ലോത്തിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ആ ഒരു പ്രിൻ്റ് പോലത്തെ വരാത്തതുണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരും. കാരണം അത് സെൻറ്ററിൽ എവിടെയെങ്കിലും പ്ലീറ്റ് ഇട്ട് എടുക്കുകയാണെങ്കിൽ സെൻറ്ററിലൊക്കെ വരുമ്പോൾ അത് ഒരു അഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ ലൈനിങ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഞാനൊരു 3-4 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും തുണി ബാക്കിയുണ്ട്. പിന്നെ ആ തുണി കട്ട് ചെയ്ത് കളഞ്ഞില്ല. അപ്പോൾ ഒരു 15.5 ഇഞ്ച് അവിടെ എടുത്തിട്ടുണ്ട്. കാരണം താഴ്ഭാഗം കുറച്ച് വീതിയിൽ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തുണി കുറവാണെന്നുണ്ടെങ്കിൽ അത്ര എടുക്കേണ്ട ആവശ്യമില്ല. 1.5 ഇഞ്ചും കൂടെ കൂടുതൽ എടുത്താൽ മതി. 12 ഇഞ്ചിനേക്കാളും 1.5 ഇഞ്ച്, അതായത് 13.5 ഇഞ്ച് എടുത്ത് വെച്ചാൽ മതി. ഞാനൊരു എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. വെറുതെ കട്ട് ചെയ്ത് കളയണ്ടല്ലോ, ഉള്ളിലേക്ക് മടക്കി വയ്ക്കാമല്ലോ എന്ന് ഓർത്തിട്ട് എടുത്തിട്ടുള്ളതാണ്.
അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. വളരെ എളുപ്പം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ വയ്ക്കുക, നല്ല വശത്തോട് ചേർത്ത് വയ്ക്കുക. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ആദ്യം നമുക്ക് ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് തികയുമെന്നൊന്ന് വെച്ച് നോക്കണം രണ്ട് സൈഡിലും. നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യേണ്ട, കാരണം നമുക്ക് ഷോൾഡർ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ജോയിൻ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വയ്ക്കുക. ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ കറക്റ്റായിട്ട് കിട്ടാനാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ പിൻ ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം ആം ഹോൾ സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ. ഞാൻ ഷോൾഡർ അല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, എൻ്റെ മുകളിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ആം ഹോളും കൂടെ സ്റ്റിച്ച് ചെയ്യുക. ആ ബോഡി പോർഷൻ ഉണ്ടല്ലോ സൈഡ്, അത് ഒന്നും ചെയ്യേണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം അതൊന്ന് തിരിച്ചിടുക. അപ്പോൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് അയൺ ചെയ്തെടുക്കുക. പ്രസ് സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മുകളിൽ കൂടെ നമ്മൾ പതിച്ചടിക്കില്ലേ, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന തുണി ആയതുകൊണ്ട് പ്രസ് സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ സൈഡിൽ നമ്മൾ ജോയിൻ ചെയ്തില്ലായിരുന്നല്ലോ, അതൊന്ന് മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ ഒന്ന് അടിച്ച് യോജിപ്പിച്ച് വയ്ക്കുക. നേരെ ഇട്ടതിന് ശേഷം മാത്രം ഈ സൈഡ് അടിച്ചാൽ മതി കേട്ടോ, താഴ്ഭാഗവും. അപ്പോൾ ഒരു സൈഡ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡും റെഡിയാക്കി എടുക്കുക. ഇത് ഒരു മാറ്റമില്ല, കാരണം ബാക്ക് സൈഡ് 2 പീസാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിൻ്റെ ഒരു പീസ് ഞാൻ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ പീസും കൂടെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ തിരിഞ്ഞു പോകരുത്, സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. കഴുത്തുകളും ആം ഹോളും തമ്മിൽ തിരിഞ്ഞു പോകരുത്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും സിബ് കൊടുത്തേക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ ഉള്ളിലേക്ക് കയറ്റി വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പൊന്നും കാണാതിരിക്കും. കുട്ടികൾക്ക് ഇറിറ്റേഷനൊന്നും ഉണ്ടാകാതിരിക്കും ഇടുമ്പോൾ. ഇനി ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചല്ലേ, അപ്പോൾ മൊത്തം 12 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ വേസ്റ്റും നമ്മൾ എടുത്ത അളവിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്ന് വരച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഈ ബോഡി പാർട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം. എന്നിട്ട് ഞാൻ ലൈനിങ് പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ അടിഭാഗം നമ്മൾ ആദ്യം മടക്കി അടിക്കുക. സ്കേർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ അടിഭാഗം ആദ്യം ഒന്ന് 4 ഇഞ്ച് വെച്ചിട്ട് മടക്കി അടിക്കുക. അതിനുശേഷം പ്ലീറ്റ് ഇട്ടെടുക്കുക. പ്ലീറ്റ് ഇട്ടെടുക്കുമ്പോൾ നമ്മുടെ ഈ യോക്ക് പോർഷൻ ഉണ്ടല്ലോ, ആ യോക്ക് പോർഷൻ്റെ കറക്റ്റ് ആയിരിക്കണം. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അത് അവിടുന്ന് നേരെ താഴേക്ക് ജോയിൻ ചെയ്തെടുക്കുക. അതായത് നമ്മൾ റൗണ്ടിലാണ് ജോയിൻ ചെയ്തെടുക്കുന്നത് സ്കേർട്ട്, അതുകൊണ്ടാട്ടോ. അല്ലാത്തപ്പോൾ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്രണ്ട് പീസിൽ പിടിപ്പിച്ചു, അതുപോലെ തന്നെ ബാക്ക് പീസിലും പിടിപ്പിച്ചതിന് ശേഷം രണ്ടും കൂടെ 2 സൈഡും ജോയിൻ ചെയ്തെടുക്കുകയല്ലേ ചെയ്യണേ. ഇത് വേറൊരു രീതിയിലാണ്. അപ്പോൾ ഈ രീതിയിൽ നിന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഞാൻ ലൈനിങ് രണ്ടും കൂടെ കറക്റ്റായിട്ട് വെച്ചിട്ട് യോക്കിൻ്റെ അളവിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ടിൽ. അതുപോലെ തന്നെ ഈ ഒരു മെയിൻ ക്ലോത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ സൈഡിലുള്ള ആ എംബ്രോയ്ഡറി പോലെ ഇല്ലാത്തൊരു ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് ഈ 2 പീസും കൂടെ നമുക്ക് ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് പ്ലീറ്റ് ഇട്ടെടുക്കുക. മൊത്തത്തിൽ പ്ലീറ്റ് ഇട്ടെടുക്കുമ്പോൾ നമ്മൾ ആ ലൈനിങ് പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ലേ കറക്റ്റായിട്ട് റൗണ്ടിൽ, ആ ഒരളവിൽ തന്നെ ആയിരിക്കണം ഇതും എടുക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം എത്ര വേണമെന്നുള്ളത്. ഇപ്പം ഞാൻ മെയിൻ ക്ലോത്ത് ഇതുപോലെ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഒന്ന് വെച്ച് നോക്കുവാണ് കറക്റ്റായിട്ട്. എന്നിട്ട് ആ ലൈനിങ്ങിൻ്റെ ഒപ്പമായിരിക്കണം ഇതും. നമ്മൾ കുറച്ചൊരു വ്യത്യാസം വന്നു പോയാൽ പിന്നെ നമുക്ക് അഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട്
കറക്റ്റായിട്ട് ഒപ്പം വയ്ക്കുക. കാരണം നമുക്ക് ഈ ലൈനിങ് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് പുറമെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്ത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ലൈനിങ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം. കണ്ടോ, ഈ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കണം. വലിച്ചെടുത്തിട്ട് ഒപ്പം വെക്കണം. ആ പ്ലീറ്റുകൾ തമ്മിൽ ഒരുപോലെ വെച്ചിട്ട് പുറമേന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടും കൂടെ അവിടെ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരുന്നോളും. അപ്പോൾ രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ യോക്ക് പോർഷൻ വെച്ച് നോക്കുക കറക്റ്റ് ആണോ എന്ന്. അത് കറക്റ്റ് ആയിരിക്കണം. കുറച്ച് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഴിക്കേണ്ടി വരും. ഞാൻ ആ സിബ് ഒന്ന് അഴിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്യാണ്. അതായത് കറക്റ്റ് ആ ബാക്ക് സൈഡിൽ നമ്മുടെ ആ ജോയിൻറ്റുകൾ വരുന്ന ഭാഗം ഉണ്ടല്ലോ, മെയിൻ ക്ലോത്തുകൾ രണ്ടെണ്ണം ജോയിൻ ചെയ്ത ഭാഗം ഫ്രണ്ടിൽ വരാതിരിക്കാൻ നോക്കുക. അത് ബാക്കിലേക്ക് ആയാലും കുഴപ്പമില്ല, ഫ്രണ്ടിൽ വരുമ്പോൾ കുഴപ്പമില്ല, എന്നാലും ബാക്കിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് ആ യോക്ക് പോർഷനും അതുപോലെ തന്നെ സ്കേർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചല്ലോ, ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചതും കൂടെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത്? 20 ഇഞ്ചല്ലേ വേണ്ടത്. അപ്പോൾ ആ 20 ഇഞ്ച് കറക്റ്റ് എവിടെയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. നമുക്കൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ഉണ്ടല്ലോ, അതനുസരിച്ചാട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു 20 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. ആ 20 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ 20 ഇഞ്ചിൻ്റെ ആ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ വെച്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് വീതിയിൽ പടി പോലെ വരും കേട്ടോ. ഞാനിവിടെ വള്ളിയൊന്നും വെക്കുന്നില്ല. നിങ്ങൾക്ക് വള്ളി വെക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വീതിയിൽ സ്റ്റിച്ച് ചെയ്യേണ്ട. കാരണം ആ ഒരു പീസ് അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വള്ളി പോലെ വയ്ക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ വേറെ ആവശ്യമൊന്നും ഇല്ലാത്തത് കാരണം ഞാനത് ആ വീതിയിലങ്ങ് മടക്കി വെക്കുന്നു എന്നുള്ളൂ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.